ബോൾഡ് കളേഴ്സിലുമായിട്ട് വരുന്ന ഈ കാണുന്നതാണ് നമ്മുടെ വിടയുടെ ബീച്ച് ഡുവോ. വിട എന്ന് പറയുന്നത് ഒരു പുതിയ ബ്രാൻഡാണ്. അവരുടെ ഫസ്റ്റ് TWS ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതാനും കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ അൺബോക്സിങ്ങും നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് ഇതിന്റെ ഡിസൈന്. നമുക്കിത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇപ്പോൾ സൈഡിലായിട്ട് ഇൻഡിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് ബാറ്ററിയുടെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇതിനകത്ത് ബ്ലൂടൂത്തിൻ്റെ വേർഷൻ 5.4 ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10 meters വരെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഒരു സീംലെസ്ലി ഒരു തടസ്സമില്ലാതെ സോങ്സ് ആയാലും കൂട്ടുകാർ സംസാരിക്കാനായാലും ഇതിൽ പറ്റും. പിന്നല്ലാണ്ട് തന്നെ ഈ ഒരു TWSനകത്ത് 10mm ഡ്രൈവേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പാട്ടൊക്കെ എൻജോയ് ചെയ്യാം. ഇതെന്നെ കയ്യിൽ നിന്ന് ഇപ്പം ഇങ്ങനെ തറ വീണമെന്ന് വിചാരിച്ചോ വെള്ളത്തിൽ, കുറച്ച് നേരത്തേക്ക് മുമ്പേ എടുത്താൽ കുഴപ്പമില്ല. അല്ലാണ്ട് തന്നെ കുറേ നേരം വച്ചുകൊണ്ടിരുന്ന സാധനം അടിച്ചു പോയിട്ട് എൻ്റെ പേര് പറയല്. അപ്പം വെക്കുന്ന അങ്ങനെ പോവാതിരിക്കാനായിട്ട് IPX4 വാട്ടർ റെസിസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ഒരു സാധനം ഗെയിമേഴ്സാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു, അവർക്ക് ഇതിനകത്ത് ഗെയിമിംഗ് മോഡ് എന്തായാലും വേണം. അപ്പോൾ ഫോർ ഗെയിമിംഗ് ഇതിനകത്ത് 45 ms ലേറ്റൻസി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷ്വലും ഓഡിയോയും തമ്മിലുള്ള ആ ഒരു ഡിലേ അറിയാൻ അധികം സാധ്യതയില്ല. പിന്നല്ലാണ്ട് തന്നെ ഈ ഒരു TWSനകത്ത് മാക്സിമം 40 hours ആണ് വരുന്നത്. പിന്നല്ലാണ്ട് തന്നെ ഓരോ സിംഗിൾ ബഡ്സിൽ നോക്കുകയാണെങ്കിൽ 8 hours ബാക്കപ്പും കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെ സൈഡിലായിട്ട് ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഉപകാരം ഇതിനെ കൊണ്ടുണ്ട്. അപ്പം ബാറ്ററി ഇൻഡിക്കേഷൻ വെച്ച് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇതിനകത്ത് 300 mAh ബാറ്ററി നൽകിയിട്ടുണ്ട് കേസിനകത്ത്. പിന്നല്ലാണ്ട് തന്നെ ഈ ഓരോരോ ഈ ഒരു ബഡ്സിൽ നോക്കുകയാണെങ്കിൽ 35 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി വെച്ച് നോക്കുമ്പം ഓവറോൾ ഒരു ഗുഡ് പാക്കേജാണ്. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട, Type-C പോർട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2.5 hours നമ്മുടെ കേസിലും അതുപോലെ തന്നെ 1.2 hours നമ്മുടെ ബഡ്സിലും ആവും ചാർജിങ് എടുക്കാനുള്ള ടൈം. പിന്നെ സാധനം ആദ്യമേ തന്നെ കിട്ടിയപ്പോൾ തോന്നിയത് സംഭവം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ ആ ഒരു വെയിറ്റ് നോർമൽ നമ്മൾ TWS എൻ്റെ കിട്ടുന്ന മുമ്പത്തെ TWS ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ചെറുതായിട്ടെങ്കിലും അറിയാൻ പറ്റും. ഇത് കുഴപ്പമില്ല, എന്താണ് വെയിറ്റ് അറിയാനേ പറ്റുള്ള അത്ര വെയിറ്റ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ 38 ഗ്രാമിൻ്റെ വെയിറ്റേ വരുന്നുള്ളൂ സംഭവം അറ്റ്ലീസ്റ്റ്. അപ്പം ഇതിനകത്ത് അത്രയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നല്ലാണ്ട് തന്നെ ഡിസൈനും അത്യാവശ്യം നൈസാണ്. ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ വൈറ്റ് ലൈം, പിന്നല്ലാണ്ട് തന്നെ ബ്ലാക്ക് എംബർ, പിന്നല്ലാണ്ട് തന്നെ പിങ്ക് ഗ്രേ, ഈ 3 കളേഴ്സിലായിട്ടാണ് വരുന്നത്. പിന്നല്ലാണ്ട് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് വൈറ്റ് ലൈമാണ്. എനിക്ക് കളർ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലാക്ക് എംബർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ ബ്ലാക്ക് കളർ അത്യാവശ്യം നൈസാണ് കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ എല്ലാവരും ഇതിനായിട്ടായിരിക്കും കാത്തിരുന്നത്. ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് ജസ്റ്റ് 999 രൂപ മാത്രമേ ഉള്ളൂ. പിന്നല്ലാണ്ട് തന്നെ ഇതിന്റെ ബൈയിങ് ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ മറ്റ് ഇൻഫോർമേറ്റീവ് ആൻഡ് ടെക് ആൻഡ് അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ ലോങ് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. നമ്മൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസമൊക്കെ ആയിട്ട്. ഏകദേശം 1.5 മാസം മുമ്പെയാണ് ഒരു വീഡിയോ ഇട്ടിരുന്നത്. സോ ക്ഷമിച്ചേക്കുക, ഇനി മുതൽ ലോങ് വീഡിയോ കൃത്യമായിട്ട് വരുന്നതാണ്.